ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് കത്തുകൾ അയക്കുകയാണ്. എന്ത് പറയും, നമ്മൾ ഇതുവരെ ബയത്ത് നമ്മൾ കൊടുക്കുന്നില്ല, ഞാൻ ആർക്ക്, മുആവിയക്ക് കൊടുക്കുന്നില്ല, നിങ്ങൾ ഇങ്ങോട്ടേക്ക് നമ്മളെ കാര്യങ്ങൾ നോക്കാൻ വരണം, എന്നാൽ നിങ്ങൾക്ക് നമ്മൾ ബയത്ത് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട്. പിന്നെ ചരിത്രത്തിൽ വരുന്നത് ഏകദേശം 4000-5000 കത്തുകളാണ് പിന്നെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തിപ്പെടുന്നത്. കൂഫയിലത്തെ ആൾക്കാരുടെ അടുത്തുനിന്ന് മാത്രം. അങ്ങോട്ടേക്ക് പോവാന് ഹുസൈൻ റളിയല്ലാഹുവിന് താല്പര്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് ആവർത്തിച്ചിങ്ങനെ വരുമ്പോൾ ഹുസൈൻ റളിയല്ലാഹു എന്ത് ചെയ്യും, അവരെ കൂട്ടത്തിലുള്ള ഒരാളെ കൂഫയിലേക്ക് അവിടുത്തെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരാളെ അയക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കൂഫയിലത്തെ ആൾക്കാരെ കുറിച്ച് എന്തുണ്ട്, നേരത്തെ ഒരു മോശപ്പെട്ട അഭിപ്രായം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും അവിടെ വിഷയമുണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഹുസൈൻ റളിയല്ലാഹുവിനെ ആരെ അയക്കുന്നു, മുസ്ലിം ഇബ്ൻ അഖീൽ റളിയല്ലാഹു അൻഹു. മുസ്ലിം ഇബ്ൻ അഖീൽ എന്ന് പറയുന്നത് ആരാണ്? അഖീൽ എന്ന് പറയുന്നത് അലി റളിയല്ലാഹുവിന്റെ സഹോദരനായ അഖീൽ ഇന്റെ മകനാണ് മുസ്ലിം ഇബ്ൻ അഖീൽ. നമുക്ക് അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത് എന്താണ്? അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നതാണ് ഷിയാക്കൾ പറയുന്നത് അഹ്ലുൽ ബൈത്തിനെയാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നിട്ട് അവരെന്താണ്, സഹാബികളെ മൊത്തത്തിൽ അവര് 3-4 സഹാബികളെ ഒഴികെ ബാക്കി എല്ലാവരും അവർ തക്ഫീർ ചെയ്യും. അഹ്ലുൽ ബൈത്തിലത്തെ ആൾക്കാർക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നിട്ട് ഇവർ പറയും അഹ്ലുൽ ബൈത്തിന്റെ ആൾക്കാർ ആരൊക്കെയാണ്? 5 ഒരു കൈ കാണിക്കും. ആരൊക്കെയാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ റളിയല്ലാഹു അൻഹ, അലി റളിയല്ലാഹു അൻഹു, ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു. പക്ഷെ അവര് റളിയല്ലാഹു അൻഹു എന്നല്ല പറയാ. ഫാത്തിമ അലൈഹിസ്സലാം, അലി അലൈഹിസ്സലാം, ഹസൻ അലൈഹിസ്സലാം, ഹുസൈൻ അലൈഹിസ്സലാം. ഈ 5 പേര് ആണ് അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നത് എന്നാണ് ഇവരെ വിശ്വാസം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സഹിയായ റിവായത്തുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. സെയ്ദ് ബിൻ അർഖമിന്റെ അടുത്ത് ഒരിക്കലും ചോദിക്കപ്പെട്ടു, ഞാൻ ഈ അഹ്ലുൽ ബൈത്ത് എന്ന് പറയുന്നവരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാര് പെടുവോ എന്ന് ചോദിക്കുമ്പോൾ സെയ്ദ് ബിൻ അർഖം പറയും അവരും പെടും, പക്ഷെ സദക്ക സ്വീകരിക്കാൻ പറ്റാത്തവരാണ് അഹ്ലുൽ ബൈത്ത്. എന്നിട്ട് അവർ ചോദിക്കും ആരൊക്കെയാണ് അതിൽ പെടുന്നത്. സെയ്ദ് ബിൻ അർഖം സഹിയായ ഹദീസിൽ പറയും ആലു അലി, യാനി അലിന്റെ ഫാമിലി, അലി റളിയല്ലാഹു അൻഹു, അലി ഇബ്ൻ അബി താലിബ് റളിയല്ലാഹു അൻഹു, വ ആലു അഖീൽ, യാനി അഖീൽ ഇബ്ൻ അബി താലിബിന്റെ ഫാമിലി, അബു താലിബിന്റെ മക്കളാണ് ഇവരൊക്കെ. എന്നിട്ട് വ ആലു ജാഫർ ഇബ്നു അബി താലിബ്, ഇതും അബു താലിബിന്റെ മകനായ ജാഫറിന്റെ ഫാമിലി. വ ആലു അബ്ബാസ്, അബ്ബാസ് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പന്റെ സഹോദരൻ. അബു താലിബ് പോലെ തന്നെ വേറൊരു സഹോദരനാണ് അബ്ബാസ്. അപ്പോൾ ഈ 4 ഫാമിലിയിലത്തെ കൂട്ടരെന്താണ്? അഹ്ലുൽ ബൈത്തിൽ പെട്ടവരാണ് എന്ന് സ്ഥിരപ്പെട്ടതാണ് സെയ്ദ് ബിൻ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വഴി. ആരൊക്കെയാണ്? ആലു അലി, ആലു അഖീൽ, ആലു ജാഫർ വ ആലു അബ്ബാസ്. ഈ 4 ഫാമിലിയിലത്തെ ആൾക്കാർക്ക് എന്ത് യജൂസല്ല, സദഖ എടുക്കുന്നത്. അവരെല്ലാവരും അഹ്ലുൽ ബൈത്തിൽ പെട്ടവരാണ്. പക്ഷെ അതിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും അഹ്ലുൽ ബൈത്തിൽ പെട്ടതാണെന്ന് അതേ ഹദീസിൽ സെയ്ദ് ബിൻ അർഖം സ്ഥിരപ്പെടുത്തി. അപ്പോൾ ഉലമാക്കൾ പറയുന്നത് അതിൽ വ്യത്യാസം എന്താന്ന് വെച്ചാൽ ഈ 4 വീട്ടുകാർക്ക് എന്തല്ല, സദഖ എടുക്കുന്നത് യജൂസല്ല, ഭാര്യമാരെ അതിൽ പെടുന്നില്ല എന്നാണ് ഉലമാക്കൾ പറയുന്നത്. പക്ഷെ അഹ്ലുൽ ബൈത്ത് എന്നുള്ള സംഗതിയിൽ ഇവരെല്ലാവരും പെട്ടു. അപ്പോൾ ഈ പറഞ്ഞ 5 പേര് മാത്രമൊന്നുമല്ല. ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ, അലി, ഹസൻ, ഹുസൈൻ മാത്രമല്ല അഹ്ലുൽ ബൈത്ത് സ്ഥിരപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് നിന്നുള്ള സ്ഥിരപ്പെട്ട ഹദീസ് അനുസരിച്ചിട്ട്. അപ്പൊ മുസ്ലിം ബിൻ അഖീൽ ആരാണ്? ഈ പറഞ്ഞ ആലു അഖീലിൽ പെട്ട അഖീലിന്റെ മകനാണ് മുസ്ലിം ബിൻ അഖീൽ. അപ്പോൾ നമുക്കിപ്പോൾ ബന്ധം മനസ്സിലായി. ഹുസൈൻ റളിയല്ലാഹുവിന്റെ കസിൻ ആയിട്ട് വരും. അപ്പോൾ ഹുസൈൻ റളിയല്ലാഹുവിനെ വിശ്വസ്തരായ ഈ മുസ്ലിം ബിൻ അഖീലിനെ റളിയല്ലാഹു അൻഹുവിനെ അങ്ങോട്ടേക്ക് അയക്കും. അവർ പുറപ്പെടുന്നതിന് മുമ്പേ മുസ്ലിം ബിൻ അഖീലിനെ എങ്ങോട്ടേക്ക് കൂഫയിലേക്ക് അയക്കും. അപ്പോൾ കൂഫയിൽ എത്തിയിട്ട് മുസ്ലിം ബിൻ അഖീൽ അവിടെ കൂഫ തലസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ കുതിരപ്പുറത്താണ് കയറുന്നത്, മുഖമൊക്കെ മറിച്ചിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് അവിടുത്തെ ആൾക്കാർ വിചാരിക്കും ഹുസൈൻ തന്നെ വന്നു എന്ന് അവർ വിചാരിക്കും. എന്താ വെച്ചാൽ പലവരും അതിൽ ഹുസൈനെ കാണാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഹുസൈനെ പോലെ ഉണ്ട് കാണാനെന്ന് വിചാരിച്ചിട്ട് അവർ മുസ്ലിം ബിൻ അഖീൽ തന്നെയാണ് ഹുസൈൻ എന്ന് മനസ്സിലാക്കിയിട്ട് എല്ലാവരും ഓടി ചെല്ലും. എന്നിട്ട് അവരെല്ലാവരും മുസ്ലിം ബിൻ അഖീലിന്റെ അടുത്തേക്ക് വന്നിട്ട് പറയും നമ്മൾ നിങ്ങൾക്ക് ബൈഅത്ത് തരാൻ തയ്യാറാണ്, ഹുസൈൻ ആണെന്ന് വിചാരിച്ചിട്ട്. അപ്പോ അന്ന് മുസ്ലിം ബിൻ അഖീലിന്റെ മുമ്പിൽ 1000 കണക്കിന് ആൾക്കാരാണ് അവിടെ ബൈഅത്ത് കൊടുക്കാൻ തയ്യാറായി വരുന്നത്. അപ്പോൾ അന്ന് ഇവിടുത്തെ കൂഫ എന്ന് പറയുന്ന സ്ഥലത്തെ ഗവർണർ ആരാണ്? സഹാബിയാണ്. കൂഫ എന്നുള്ള സ്ഥലത്ത് ഇറാഖിൽ അല്ലെങ്കിൽ കൂഫയിൽ ഗവർണറായിട്ട് നിൽക്കുന്നത് നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു. അപ്പോ യസീദ് ഇബ്നു അബി മുആവിയ അവിടെ കൂഫയില് ഇങ്ങനെ മുസ്ലിം ബിൻ അഖീൽ എത്തിയിട്ടുണ്ടെന്ന് ഖബർ കിട്ടിയപാട് എന്ത് ചെയ്യും? യസീദ് അവിടുത്തെ ഗവർണറിനെ മാറ്റും. അവിടുത്തെ
അവസ്ഥ ഒന്ന് കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ. എന്താ വെച്ചാൽ കുറെ ആൾക്കാർ ഇങ്ങനെ കൂടി ഹുസൈനു വേണ്ടിയിട്ട് ബയഅത്ത് കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത്. ഇത് എന്താ വെച്ചാൽ അതിനെ കൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? ഭരണാധികാരി ആരാണ്? യസീദാണ്. ഇത് വിപ്ലവത്തിനുള്ള ഒരു പോക്ക് അവർ കാണുമ്പോൾ അത് എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ട് ഒരു ഭരണാധികാരി എന്ത് ചെയ്യണം? അതിനെ കൺട്രോൾ ചെയ്യണം. അപ്പോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? കൂഫന്റെ അടുത്തുള്ള ബസ്രയിലത്തെ ഗവർണർ ഉബൈദുല്ല ഇബിൻ സിയാദ് എന്ന് പറയുന്ന ആളെ എന്താക്കും? കൂഫയിലത്തെ ഗവർണറാക്കി മാറ്റും. മൂപ്പരെ അങ്ങോട്ടേക്ക് അയക്കും. നാം അവിടുത്തെ അവസ്ഥകളൊന്ന് സെറ്റിൽ ആക്കണം എന്ന് പറഞ്ഞിട്ട് മൂപ്പരെ അങ്ങോട്ടേക്ക് അയക്കും. അപ്പോൾ നൊമാൻ ഇബിൻ ബഷീറിന്റെ സ്ഥാനത്ത് പിന്നെ ഈ പറഞ്ഞ ഉബൈദുല്ല ഇബിൻ സിയാദ് വരും. എന്നിട്ട് അയാള് വന്നിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തും. ഈ പറഞ്ഞ മുസ്ലിം ഇബ്നു അഖീൽ പോയ പാടുള്ള രംഗം എങ്ങനെയെന്ന് വെച്ചാൽ ചില ചരിത്രത്തിൽ വരുന്നത്, ചിലവര് പറയുന്നത് 40,000 ഷിയാത്തു അലി അവിടെ കൂടി എന്നുള്ളതാണ്. 40,000 ആൾക്കാർ കൂടിയിട്ട് ബയത്ത് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വാളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാർ. ഇത് കണ്ടുകൊണ്ട് മുസ്ലിം ഇബ്നു അഖീൽ അങ്ങോട്ടേക്ക് കത്തെഴുതാണ്. ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് കത്തെഴുതി പറയണം, നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നോളി, ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബയത്ത് തരാൻ തയ്യാറാണ് ആൾക്കാർ. നാം ഇവിടെ കാത്തു നിൽക്കണം, നിങ്ങൾ വേഗം വിട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് ഖബർ അയക്കും. എന്നിട്ട് ഇത് ഹുസൈൻ റളിയല്ലാഹുവിനെ കണ്ടിട്ട് അവിടുന്ന് പുറപ്പെടും, മദീനത്തുനിന്ന് പുറപ്പെടും. ആ സമയത്ത് സഹാബികളിൽ പെട്ടവരും ഹുസൈൻ റളിയല്ലാഹുവിന്റെ അടുത്ത ബന്ധമുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഹുസൈൻ റളിയല്ലാഹുവിനെ തടയും, നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞിട്ട്. അതിൽ ആരൊക്കെയാണ്? അതിൽ അബ്ദുല്ല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്നുണ്ട്, അന്ന് ജീവിച്ചിരിപ്പുണ്ട്. അബ്ദുല്ല ഇബ്നു ഉമർ റളിയല്ലാഹു പറയും, അഹ്ലു കൂഫ എന്താണ്? അവരെ വഞ്ചനനെ കുറിച്ച് അവരറിയപ്പെടുന്നവരാണ്, നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോകരുത്. എന്നിട്ട് ഹുസൈൻ റളിയല്ലാഹു ഈ കത്തുകൾ കാണിച്ചിട്ട് പറയും, ഇത് അവരുടെ അടുത്തുനിന്ന് വന്നതാണ് ഈ കത്തുകൾ, അവരൊക്കെ എനിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പൊ ഞാൻ എങ്ങനെ പോകാണ്ടിരിക്കുക? അവരെ കാര്യങ്ങൾ ഞാൻ നോക്കണ്ടേ? അപ്പോ ഹുസൈൻ റളിയല്ലാഹു പുറപ്പെടുകയാണെന്ന് ഉറപ്പിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോ ഇബ്നു ഉമർ പറയും, അസ്തൗദിഅകല്ലാഹ് അൻ ഖതീൽ, ഞാനീ നിങ്ങളെ മരണത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സംരക്ഷിക്കട്ടെ. ഞാൻ ഇത് പുറപ്പെടുന്ന സമയത്താണ് ഇത് പറയുന്നത്. അപ്പൊ അവർക്ക് ഈ സംഗതി അറിയുന്നതായിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇത് പ്രശ്നമായി മാറുമെന്ന് ഉറപ്പായിരുന്നു ഇവർക്ക്. ഇത് സഹാബിയായ അബ്ദുല്ല ഇബ്നു ഉമർ, യാനി സഹാബികളെ കൂട്ടത്തില് ആലിമായ അബ്ദുല്ല ഇബ്നു ഉമറാണ് ഇത് പറയുന്നത്. എന്നിട്ട് വേറൊരു സഹാബി അബ്ദുല്ല ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ല ഇബ്നു സുബൈർ ആരാണ്? സുബൈർ എന്ന് പറയുന്നത് ആരാണ്? സുബൈർ ഇബ്ൻ അൽ അവ്വാം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന സഹാബി, അശ്റത്തുൽ മുബശ്ശറയിൽ പെട്ട സഹാബി. അവരെ മകനായ അബ്ദുല്ല ഇബ്നു സുബൈർ പറയാണ്, നീ പോകുന്നത് തദ്ഹബ് ഇലാ ഖൗമിൻ ഖതലു അബാക വതഅനു അഖാക, യാനി നീ എങ്ങോട്ടേക്കാണ് ഇത് പുറപ്പെടുന്നത്? നിന്റെ വാപ്പനെ കൊന്നവരും നിന്റെ സ്വന്തം ജ്യേഷ്ഠനെ താന് ചെയ്യുന്നത്, താനെന്ന് എന്താ പറയാ, മോശം പറയുന്നത്, അങ്ങനത്തെ കൂട്ടരുടെ അടുത്തേക്കാണ് നീ പോകുന്നത്. ഇത് ആരെ കുറിച്ചാണ് പറയുന്നത്? കൂഫയിലത്തെ ഷിയാക്കളെ കുറിച്ചാണ്. ഷിയത്തു അലി എന്ന് പറയപ്പെടുന്ന ആൾക്കാർ, അലീനെ സപ്പോർട്ട് ചെയ്യുന്നവര് എന്ന് പറയപ്പെടുന്നവര്, അവരെ കുറിച്ച് ഈ സഹാബികൾ എന്താണ് പറയുന്നത്? നിന്റെ വാപ്പനെ കൊന്നവരാണ്, സുബ്ഹാനല്ലാഹ്, അലി റളിയല്ലാഹുവിനെ കൊന്നവരാണ്, വഞ്ചിച്ചവരാണ്. അതേപോലെ തന്നെ നിന്റെ ഏട്ടനെ ജ്യേഷ്ഠനെ മോശം പറയുന്നവരാണ് ഇവര്. അങ്ങോട്ടേക്കാണോ നീ പോകുന്നത് എന്ന് പറഞ്ഞിട്ട് തടയും. ഇതേപോലെ തന്നെ ചരിത്രത്തില് അബൂ സഈദ് അൽ ഖുദ്രി, മുഹമ്മദ് ഇബിൻ അലി ഇബിൻ അബി താലിബ്, യാനി മുഹമ്മദ് ഇബിൻ അലി ഇബിൻ അബി താലിബ് ആരാണ്? സഹോദരനാണ്, ഹുസൈൻ റളിയല്ലാഹുവിന്റെ സഹോദരൻ. ഇബ്നു ഹനഫിയ എന്ന് അറിയപ്പെടുന്നതാണ്. അവരും ഇവരൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ തടയും, നീ പോരുത് എന്ന് പറഞ്ഞിട്ട്. ഇബ്നു അബ്ബാസ് പറയും, ഇന്ന അഹ്ലുൽ ഇറാഖ് ഖൗമു ഗദർ, യാനി അവര് വഞ്ചിക്കുന്നവരാണ്, അവര് ആവശ്യമുള്ളപ്പോ സപ്പോർട്ട് ചെയ്യാത്തവരാണ്. ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ്? വാഗ്ദാനം ചെയ്തിട്ട് പിന്നോട്ട് മാറുന്നവര്, സുബ്ഹാനല്ലാഹ്, യാനി ചീറ്റ് ചെയ്യുന്നവരാണ്. ഇതൊക്കെ പറഞ്ഞിട്ടും ഈ പറഞ്ഞ ഇത്ര വലിയ വലിയ സഹാബികളാണ് ഇത് പറയുന്നത്. ഇബ്നു അബ്ബാസ്, ഇബ്നു സുബൈർ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും തടിഞ്ഞു വെക്കും, ചിലവര് കരിഞ്ഞ് തടയും. പക്ഷെ ഹുസൈൻ റളിയല്ലാഹു പറയും, എന്റെ ആൾക്കാരെ ഞാൻ എങ്ങനെയാണ് ഞാൻ ഇതിൽ കണ്ണുപൂട്ടി കാണേണ്ടത്? അവരെ കത്തുകൾ എന്റെ കയ്യിലുണ്ട്. അതേപോലെ തന്നെ മുസ്ലിം ഇബ്നു അഖീലിന്റെ പിന്നെ ഈ അപ്ഡേറ്റും വന്ന്, നിങ്ങൾ വന്നോളി എന്ന് പറഞ്ഞിട്ട്. അപ്പോ അത് പുറപ്പെട്ടതിന് ശേഷമാണ് മുസ്ലിം ഇബ്നു അഖീലിന്റെ ആ ഖബർ വന്നത്. പക്ഷെ പുറപ്പെട്ട് കഴിഞ്ഞു. പുറപ്പെട്ട് 3 ദിവസം കഴിഞ്ഞിട്ടുമാണ് ചില സഹാബികൾ പിന്നാലെ, യാനി മക്കയിൽ വന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് അവിടെ വഴിയിൽ വെച്ച് തടഞ്ഞു പറയുന്നതൊക്കെ ചില രംഗങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. യാനി പുറപ്പെട്ട്, പക്ഷെ മക്കയിലുള്ള സഹാബികൾ ഇത് അറിഞ്ഞിട്ട് അവിടുന്ന് ഇവരെ റൂട്ടിലേക്ക് വന്ന് അവര് തടിഞ്ഞിട്ട് പറയണം, നിങ്ങൾ പോരുതെന്ന്. സുബ്ഹാനല്ലാഹ്, അത്രയും അവര് തടിഞ്ഞു വെച്ച സംഗതിയാണിത്. പക്ഷെ ഹുസൈൻ റളിയല്ലാഹുവിന്റെ യാനി ഇവരെ വിഷമങ്ങൾ കണ്ടിട്ട് അതിൽ സഹതാപം തോന്നിയിട്ടാണ് അങ്ങോട്ടേക്ക് പുറപ്പെട്ടത് ഫാമിലിയോടെ. അപ്പൊ അതിൽ ഇബ്നു അബ്ബാസ് ആണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പറയുന്നത്, ഇനി നിനക്ക് പോവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ പോയിക്കോ, പക്ഷെ നിന്റെ ഫാമിലിയിലെ തന്നെ എല്ലാവരും കൂട്ടിയിട്ട്, കുട്ടികളും ഏഹലുമാരൊക്കെ കൂട്ടിയിട്ടാണ് ഇത് പോകുന്നത്, പേരക്കുട്ടികളും, അത് നീ ചെയ്യരുത്, നീ അവരെ ഇവിടെ
വെച്ചോ. എന്താന്ന് വെച്ചാല് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ സ്വന്തം വീട്ടില് അഹ്ലിന്റെ മുമ്പിൽ വെച്ച് കൊന്നവരാണ് ഖവാരിജ്. അങ്ങനത്തെ പിന്നെ വിശേഷണങ്ങൾ ഉള്ളവരാണ് ഇവരും. അപ്പൊ നിങ്ങൾ ഖവാരിജിൽ പെട്ടതന്നെയായിരുന്നു ഇവരും. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഇവരെ കൂട്ടിയിട്ട് നിങ്ങൾ പോകരുത്. ഫാമിലിനെ ഒക്കെ എന്താ വെച്ചാൽ നിന്റെ അഹലും കുട്ടികളെ മുമ്പിൽ വെച്ചിട്ട് ഇവര് നിന്നെ കൊല്ലും എന്നുള്ള പേടി കൊണ്ടാണ് ഇത് പറയുന്നത്. സൈബ്. അപ്പോ ഇതൊക്കെ പറയാൻ കാരണം എന്താണ്? നേരത്തെ സഹാബികൾക്ക് അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് നേരത്തെ അറിയാം.